ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നും പുറത്തിറങ്ങുന്നൊരു ദിവസമാണ്. പാർവതിയുടെ പുറത്തു പോകണം. സിറ്റി സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് യാത്ര. ഓക്കെ, രാവിലെ ഇറങ്ങുന്നു. കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പോകും ബസ്സിൽ ആസ് യൂഷ്വൽ. വൈകുന്നേരമാണ് ഇന്ന് തിരിച്ചു വരാൻ പോണത്. ഇന്ന് പുറത്തുനിന്ന് ലഞ്ച് ഔട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. പുറത്തൊഴിലായതുകൊണ്ട് ഞാനൊരു പെട്ടെന്ന് സീരിയൽ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാൻ പോകണു. എല്ലാവരും രാവിലെ സീരിയൽ തന്നെയാണ്. ഓക്കെ, വിത്ത് മിൽക്ക്, കോൺഫ്ലേക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. സ്കൂളിൽ പോകാൻ എല്ലാവരും ഇങ്ങനെ പോകുന്നവരുടെ ഈ ഇതിലാണ് പോണേ. യെസ് ബേബി, കം ഐ വിൽ ഹെൽപ്പ് യു. രാവിലത്തെ തിരക്ക്. ഓ, ഞങ്ങൾ നടന്നു പോയി. ഇവിടെ അടുത്താണ്. എന്നിട്ട് ഇങ്ങനെ ഇതിലാണ് പോണേ. ഈ സംഭവം ഞങ്ങൾ കൂടെ നടത്തുക. എന്നിട്ട് അവിടെ വിട്ടിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും. ഇങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവരിങ്ങനെ ഇവരുടെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകും. ഞങ്ങൾ നടന്നു പോകും. ഇന്ന് അശ്വിൻ സ്ഥലത്തില്ല, അതാണ്. ഓക്കെ, അല്ലെങ്കിൽ കാറിൽ അശ്വിൻ അവിടെ കൊണ്ടുവരും. നല്ല വെയിലുള്ള ദിവസം. ഏയ് കം ദിസ് സൈഡ്. ഇത് മെയിൻ റോഡ്, പക്ഷേ രണ്ട് സൈഡിലായിട്ട് ഫുട്പാത്ത് പോലെയുണ്ട്. അതുവഴിയാണ് കുട്ടികൾ മറ്റേ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ സൈക്കിളല്ല, സ്കൂട്ടർ എന്നാണ് പറയുക. കാല് വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പോകുന്നത്. അവരപ്പട്ടെ എത്തി, ഞാൻ കുറച്ച് പുറകിലായിപ്പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സേഫാണ്. വാഹനങ്ങളൊക്കെ നടുക്കൂടി പോയാലും ഇവർക്ക് സൈഡിലൂടെ പോകാം. ഇങ്ങനെ നടന്ന് ആ 2 ടേണിങ് കഴിയുമ്പോൾ സ്കൂളായി. പാർവതി കുറച്ച് ഫ്രണ്ടിൽ, ഞാനാണ് ഏറ്റവും ബാക്കിൽ. ലേയുടെ ബാഗ് എൻ്റെ കയ്യിലാട്ടോ. ഞാനും ഓടി എത്തണം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിലുണ്ടെങ്കിലും നല്ലൊരു തണുത്ത കാറ്റാണ്. തണുത്ത കാറ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. ഇത് ഈ സീസണിൽ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം. സമയമില്ല കൂടുതൽ വിശദീകരിക്കാൻ. ഓക്കെ, അവരെല്ലാം അവിടെ കഴിഞ്ഞു, ആ ടേണിങ് കഴിഞ്ഞു. ഞാനൊരു സമ്മർ ക്ലോത്തിങ് ആണ്. ഇവിടെ എല്ലാവരും ഇപ്പം ഇങ്ങനെ കയ്യില്ലാത്തതും കാലില്ലാത്തതൊക്കെ ഇടുന്നത്. സമ്മർ, ഇവർക്കൊക്കെ ടാൻ ആകുന്ന ഇഷ്ടമാണ്. എനിക്ക് ടാൻ ആകണമെന്നില്ല, എങ്കിലും ടാൻ ആകും. ഇതാണ് അവസ്ഥ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്താറായതേ. വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കുന്ന കാണാമല്ലോ. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന പാരൻസിൻ്റെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത്ര അടുത്തായതുകൊണ്ട് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് അവിടെ വിട്ടിട്ട് പാർവതിനകത്ത് കയറി കേട്ടോ കുട്ടികളും. ഇപ്പോൾ അവിടെ എത്തിയിട്ട് ബാഗ് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങും. സ്കൂൾ ഗേറ്റ് എത്തി. ബസ് സ്റ്റോപ്പ് എത്തി. ബസ് കയറാം. ഓക്കെ, ബസ് നിറയും. അവിടെ ബസ് പിന്നാലെയുണ്ട്. വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റ ഈ സമയം. പാർവതിയുടെ ഓഫീസെത്തി. പാർവതി ഓഫീസിലേക്ക് കയറി പോകുന്നു. ഞാൻ ദേ മുന്നോട്ട്. ഇന്നിവിടെ എല്ലാം കിടന്ന് കറങ്ങാൻ പോവാണ്. ഓക്കെ, ആദ്യമേ സൂപ്പർ ഡ്രഗ് വരെ പോയിട്ട് വൈറ്റമിൻ ഇ ക്രീം വാങ്ങാം. ഓക്കെ, നല്ല വെയിലായി. ഞാൻ കണ്ണാടി ഇട്ട് വെച്ചു. ഓ, രാവിലെ തന്നെ ട്രാം കാണുന്നതിൻ്റെ ഒരു സന്തോഷം. ഓക്കെ, സൂപ്പർ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ആണ്. ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ 10 മണിയായി. അതെ, ഇറ്റ്സ് ഓപ്പൺ. ട്രാം സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്, ഇവിടെ തന്നെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഫുഡ് കോർട്ട് ഏരിയ സ്റ്റോഴ്സൊക്കെ ഉള്ളത്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. എന്നിട്ടോട് കുറച്ചുകൂടി കഴിയും. സൂപ്പർ ഡ്രഗ്, ഹ്യാലുറോണിക് ആസിഡ്, എന്തൊക്കെയാണ്, സ്ലോ സെറ്റിംഗ് പൗഡർ, ലിപ്പ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഐബ്രോസുമായിട്ട് എത്ര പ്രോഡക്ട്സ് ആണ്. ഹ്യാലുറോണിക് ആസിഡ് ബൂസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്, റെറ്റിനോൾ ബൂസ്റ്റർ ഉണ്ട്, വൈറ്റമിൻ സി ബൂസ്റ്റേഴ്സ്, കൊളാജൻ, നൈറ്റ് ക്രീംസ്. ഇവരുടെ തന്നെ പ്രോഡക്ട്സാണ് ഈ ഇരിക്കുന്നതെല്ലാം. സൂപ്പർ ഡ്രഗിൻ്റെ എല്ലാം നല്ലതായിരിക്കും. ഏറ്റവും താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, വൈറ്റമിൻ ഇ ക്രീം. യെസ്, ഐ ഗോട്ട് ഇറ്റ്.
ഇത്രയും സാധനം മേടിച്ചു. ഇപ്പം എക്സ്ട്രാ കുറേ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് മാസ്കുകൾ ഇഷ്ടം പോലെ, മാസ്ക്, ഷീറ്റ് മാസ്കുകൾ. ഓക്കെ, അങ്ങനെ സൂപ്പർ ട്രക്ക് സ്റ്റോറിൽ നിന്നും വാങ്ങിയിട്ട് ഇറങ്ങുന്നു. അത്യാവശ്യം കുറേ കാര്യം മേടിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇന്ന് മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണേ. ട്രാം സ്റ്റേഷൻ്റെ സൈഡിലൂടെ നടക്കുന്നു. പ്രൈമാർക്കിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഈ പോകുന്നത്. ഓക്കെ, ഓൾഡി മാർക്കറ്റ് ആ ഏരിയയിലേക്ക് പോകാം. പ്രൈമാർക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. ചപ്പൽസ്, ബാഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ. ഇഷ്ടം പോലെ കളക്ഷനുണ്ട്, ന്യൂ വൺസ്. ഈ ഷൂസൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകാം. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. എന്ത് ലാഭം അറിയോ, അതൊക്കെ 50% ഓഫാണ്. £7 ഒക്കെയാണ് ഇതിൻ്റെ വില. 50% ഓഫിൽ കിടക്കുന്നത്. ഷൂസ്, ചപ്പൽസ് സെക്ഷൻ കയറി. ഓക്കെ, ഇതൊക്കെ ഭയങ്കര വിലക്കുറവാട്ടോ. £6 ഒക്കെ ഉള്ളൂ ഇങ്ങനത്തെ ചപ്പലിനെല്ലാം. ഷൂ ടൈപ്പ് പോയിൻറ്റഡ് ഹീൽസ് ഒക്കെ നോക്കിയേ. ഓ വാവ്, ഫ്ലോറൽ. ഇതൊക്കെ £12, £15 അങ്ങനെയൊക്കെ വരുന്നത്. അണ്ടർ ക്ലോത്ത്സിൻ്റെ സെക്ഷൻ, അതും ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഞാൻ ഇവിടുന്നാണ് സാധാരണയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ഷൂസിൻ്റെ അകത്തുള്ള പെറ്റ്സ്, പിന്നെന്താ പറയുക, നമ്മുടെ സ്റ്റോക്കിങ്സ്, ആ സെക്ഷനല്ല. ഇത് ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴാണ് ടൈറ്റ്സ്, സ്റ്റോക്കിങ്സ്, ഇങ്ങനത്തെ എല്ലാം വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നത്. അണ്ടർ ഗാർമെൻറ്റ്സും ഇഷ്ടംപോലെ ഇവിടെ നല്ല വാങ്ങാൻ പറ്റും. ഇനി താഴേക്ക് പോകാം. ഓക്കെ, ഞാൻ കറങ്ങി തിരിഞ്ഞിപ്പോൾ ഏകദേശം പാർവതിയുടെ ഓഫീസിൻ്റെ പരിസരത്തെത്തി. ലഞ്ചിന് ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പാർവതിയുടെ ഓഫീസിൻ്റെ റിസപ്ഷൻ്റെ ഏരിയയിൽ ഞാൻ വന്നിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് ഓക്കെ, എനിക്ക് ആക്ച്വലി ഞാൻ പ്രൈമാർക്കിൽ നിന്ന് അന്ന് പോയപ്പോൾ മേടിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ടായി. പിന്നെ കുറച്ചെല്ലാം ചെറുതായിട്ട് മാറ്റി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും തീർന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 11:30 ഇനി പാർവതിയുടെ ഓഫീസിൻ്റെ താഴെ പോയിരിക്കാം, റിസപ്ഷൻ ഏരിയ. കാര്യം പാർവതിക്ക് 1 hour ഉള്ളൂ ലഞ്ച് ബ്രേക്ക്. ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും പോകണമല്ലോ. കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. ഓക്കെ, ആക്ച്വലി അതൊരു സൊവിനിയർ ഷോപ്പും കൂടിയാണ്. I bought an orange juice. വെയിറ്റിംഗ് സമയം, ദാഹിക്കുന്നു, ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം കയറാം. ഇവിടെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല കൂൾ റിസപ്ഷൻ ഏരിയ, കൂൾ. പുറത്ത് വെയിലോ ഒന്നുമില്ല, തിരക്കില്ല. ക്യാൻ ജസ്റ്റ് വെയിറ്റ് ഹിയർ. ഞാനിവിടെ റിലാക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു അരമണിക്കൂറിനകത്ത് പാർവതി വരും. കണ്ടെയ്ൻ മാർക്കറ്റ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സംഭവങ്ങളൊക്കെ കുറേ കിട്ടും. ഓക്കെ, ആൻറ്റീൻ മാർക്കറ്റാണ്. ആഫ്രിക്കൻ പ്ലാന്റേൻ എന്നാണ് നമ്മുടെ ഏത്തപ്പഴത്തിന് പറയുന്നത് ഇവിടെ.
കറക്റ്റ്. നല്ല വിലയായിരിക്കുമല്ലോ. ടർക്കിഷ് ചില്ലി, റോ മാംഗോ, ഫ്രഷ് സ്ട്രോബെറി, നമ്മുടെ ഏത്തപ്പഴം, ആഫ്രിക്കൻ പ്ലാന്റേനാണ് ഉള്ളത്, കപ്പ, മധുരക്കിഴങ്ങ്, ലെറ്റ്യൂസ്. കോട്ട് ഏരിയയിലാണ് ഇപ്പോൾ. ഇത് മെക്സിക്കൻ, ഏത് വേണമെന്ന് തീരുമാനിച്ചില്ല. സുഷീസ്, ജാപ്പനീസ്. ദിസ് ഇസ് അഗെയിൻ എന്താണ്? റൈസ് ആൻഡ് ചിപ്സ്, റൈസ് ആൻഡ് മെഡിറ്ററേനിയൻ ഫീസ്റ്റാണ് ഇവിടെ. പിസ്സ കരീബിയനാണ്. കരീബിയൻ ഇന്നലെ കഴിച്ചു. അല്ല, മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇതിനകത്ത്. ആഹാ, ബൊട്ടീക്ക്. എൻ്റെ അമ്മോ, ഫാഷൻ ആക്സസറീസ്. ഗ്രീക്ക് ഉണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഗ്രീക്ക് ഫുഡാണ്. പാർവതി കൗണ്ടറിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം എല്ലാം ബാലൻസ്ഡായി അല്ലേ? ബാലൻസ്ഡ് ഫുഡായി. ഇനി ഇവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. ഈ ആൻഡീൻ മാർക്കറ്റിന് നല്ല ഫ്രഷായിട്ട് ഫിഷ് കിട്ടും. നമുക്ക് പരിചയമുള്ള മീനൊക്കെ ചിലപ്പോൾ കട്ടയ്ക്കും. വൈറ്റ് പോംഫ്രെറ്റ്, ഗോൾഡൻ പോംഫ്രെറ്റ്, സീ ബാസ്, സീ ബ്രിം, സീ ബാസ്, റെഡ് ഫിഷ്, തിലാപ്പിയ. ഇതെല്ലാം ഉണക്കമീൻ. റെഡ് ഫിഷ്, സീ ബാസ്, സീ ബ്രിം പരിചിതമാണ്. ഇതെല്ലാം ഫ്രഷാണ്. ഫ്രഷ്. റെഡ് സ്നാപ്പർ, പാരറ്റ് ഫിഷ്, ക്യാറ്റ് ഫിഷ്, കുറേ ഉണ്ട്. സാൽമൻ്റെ തല, സാൽമൻ്റെ പീസസ് എല്ലാം ഫ്രഷായിട്ട് ഇവിടെ കട്ട് ചെയ്തെല്ലാം തരും. ആൻഡീൻ മാർക്കറ്റ്. ആൻഡീൻ മാർക്കറ്റിൽ വന്നാൽ ഇങ്ങനെയൊക്കെ ഗുണമുണ്ട്. മാർക്കറ്റ്, ഫിഷ്, വെജിറ്റബിൾസ് പ്ലസ് ഫുഡ് കോർട്ട്. മെഡിറ്ററേനിയൻ, ടർക്കിഷ്. ഓക്കെ, എൻ്റെ കൗണ്ടർ. enough. One chicken. ഇത് വേണമെങ്കിൽ റാപ്പായിട്ട് വേണമെങ്കിലും തരും, റൈസിന് പകരം. നമ്മുടെ സാൻഡ്വിച്ച് പോലെ തന്നെ. ഇതിപ്പോൾ റൈസും ചിക്കൻ, ലോട്ട് ഓഫ് വെജീസ്, മയോ സോസ്, ചില്ലി സോസ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു സൈഡിൽ നിന്ന് കുത്തിയതാണ്. നമ്മൾ ഈ ഷവർമ റാപ്പിനൊക്കെ ഇടുന്ന അതേ ചിക്കൻ തന്നെ. പിന്നെ സോസും, പിന്നെ വെജി സലാഡ്സ്. ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാൽ ഒരു നേരം കഴിച്ചാലും മതി. ഫുള്ളാണ്, ഭയങ്കര ഫില്ലിംഗ് ആണ്, ഹെൽത്തി. ഇത് കണ്ടോ മറ്റേ ഉണ്ട സ്ട്രോബെറി, സ്കോച്ച്, ബ്ലൂ സ്റ്റേറ്റ്സ്, പാവയ്ക്ക, തായ് റെഡ് ചില്ലീസ്, അയ്യോ ബുള്ളറ്റ് ചില്ലി, മിൻറ്റ്, ലെമൺ ഗ്രാസ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. തായ്, ഷുഗർ സ്നാപ്പ്, മാംഗോ, ഫൈൻ ബീൻ, റെഡ് ആൻഡ് ഗ്രീൻ. അതെ, സ്പ്രിംഗ് ഓണിയനും ഉണ്ട്, മറ്റേ എല്ലാം ഉണ്ട്. സ്പിനഷ്, ഷാർലറ്റ് ഓണിയൻസ് ഉണ്ട്. വാവ്, നല്ല ടൈപ്പ്. ഫ്ലാറ്റ് ലെറ്റ്യൂസ്, സെലറി, ക്യാരറ്റ്സ്, ഐസ് ലെറ്റ്യൂസ്, പിന്നെ പെപ്പേഴ്സ്, ഈ ഫ്രൂട്ട് പീച്ച്, ഡോണറ്റിൻ്റെ ഷേപ്പിലെ പീച്ച്, കപ്പലണ്ടി, മങ്കി നട്ട്സ്. ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ദേ വീണ്ടും എക്സ്പ്ലോറിങ് ഇറങ്ങിയിട്ടുണ്ട്. മിനിസോ, എൻ്റെ ഫേവറേറ്റ്സ് എല്ലാം മിനിസോ.
ബോട്ടിൽസിൻ്റെയൊക്കെ സെക്ഷൻ. ഓ നൈസ്. ഹലോ കിറ്റി. സോക്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ഷോപ്പ്. സോക്സ് ഷോപ്പ്. സൂപ്പർ ഡ്രൈ. ഹോട്ടൽ ചോക്ലേറ്റ്. എന്താ സെഫോറ ഉണ്ട് ഇവിടെ. ഇത് വേറൊരു ഷോപ്പാണ്. ഇവിടെയും കുറേ കുട്ടികളുടെ. ഇതാണ് ആ കടയുടെ പേര്. എന്താണ്? സ്മിഗിൾ. ഭയങ്കര ഓഫേഴ്സും നല്ല കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളെല്ലാം. യെസ്. ഇത് മിനോസ് പോലെ വേറൊരു ഷോപ്പ്. കെഞ്ചി. മിനോസ് അതുപോലത്തെ ഒരു മിനോസ് പോലെ ഒരു ഹാൻഡ് ഫാൻ. ഇതെല്ലാം ഹാൻഡ് ഫാൻസ് ആണ്, പല പല ഷേപ്പിൽ. സ്ക്വീസി ടോയ്സ്. ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന ടോയ്സ്. പെൻസിൽ കേസസ്. അത്ര എക്സ്പെൻസീവും അല്ല കേട്ടോ. 15. ഇതെല്ലാം 8. ഇറ്റ്സ് എൻ എഗ് പോച്ചർ. റോക്കറ്റ് എഗ് മോൾഡ്. കാറ്റ്. കെഞ്ചി കാറ്റ്. കെഞ്ചി ബോ. ഓക്കെ, ടിഫിൻ ബോക്സസ് ആട്ടോ. സോ ബ്യൂട്ടിഫുൾ. കുട്ടികളുടെ കെഞ്ചി സ്പെഷ്യൽ ബാഗ്സ്, ഗ്ലൗസ്, പേഴ്സസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷോപ്പ്. അടിപൊളി. കുട്ടികൾക്ക് പറ്റിയ ഫാൻസി സ്റ്റേഷനറി എല്ലാ കാര്യങ്ങളും ഉണ്ട്. മിനി ഹൈലൈറ്റേഴ്സ്, ബുക്സ്, പെൻസ്, ഇറേസറൊക്കെ നോക്കിയേ. റബ്ബർസ്, റിട്രാക്റ്റബിൾ ഇറേസേഴ്സ്. പേപ്പർ ക്ലിപ്സ് എല്ലാം 1 പൗണ്ടേ ഉള്ളൂ കേട്ടോ. ആനിമൽ ഇറേസേഴ്സ്. ആനിമൽ ഷേപ്പിലുള്ള റബ്ബറാണ് ഇറേസർ. ഓക്കെ, കെഞ്ചിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. കെഞ്ചി ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പാണ് കേട്ടോ. അടിപൊളി. ഭയങ്കര ലാഭമാണ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് അവിടെ. കുട്ടികൾക്ക് അട്രാക്ഷൻ ഭയങ്കരമായിരിക്കും. ഇനി വീണ്ടും ഞാൻ താഴേക്ക് പോകുന്നു. ഇവിടുത്തെ ഷോപ്സൊക്കെ ഒന്ന് നോക്കാം. ബനാന. TK Maxxൽ വലിയ ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ്. എല്ലാം ക്ലിയർ ആയിട്ടേക്കുമാണ്. കുറേ ഡ്രസ്സ് ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലത് കിട്ടുകയും ചെയ്യും. ആസ് സച്ച് മേടിക്കാൻ പ്ലാനൊന്നുമില്ല. വെറുതെ ഒന്ന് കയറി നോക്കാം. TK Maxxൽ നിന്ന് ഇറങ്ങുന്നു. കാര്യം ഞാനൊന്നും മേടിച്ചില്ല. എനിക്ക് റിഡക്ഷനാണ്, ലാഭമാണ്. പക്ഷെ എനിക്ക് വേണമെന്ന് തോന്നിയില്ല ഒന്ന്. ഈ ബ്ലൂ ബനാനാസ് പറഞ്ഞ കടയില്ലേ, ഫ്രീക്ക് സ്റ്റൈൽ ഡ്രസ്സൊക്കെ കിട്ടുന്ന സ്ഥലമായിട്ടാണ്. നമുക്ക് പറ്റിയതല്ല. ഓക്കെ, ഇത് വേറൊരു ഷോപ്പ്. ഗോ ഔട്ട്ഡോർ സ്പോർട്സ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പം എന്താണെന്നറിയില്ല, എല്ലായിടത്തും ഓഫറാണ്. സെയിൽ നടക്കുന്ന സമയം തോന്നുന്നു. അപ്പോൾ ഓൺലൈനിനകത്തൊന്ന് കയറാം. കാര്യം എനിക്ക് സമയമുണ്ട്. 4 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 o'clock വീണ്ടും പാർവതിയുടെ ഓഫീസിൻ്റെ അവിടെ പോയി റിസപ്ഷനിലേക്കും 3 വരും. അതുവരെ ഇങ്ങനെ കറങ്ങി നടക്കാം. പെയിൻറ്റിങ് സ്പോഞ്ചോ. ഓക്കെ, പഞ്ച് ബലൂൺസ്, ഡോപ്പ് പോട്ട്സ്, വാൾ വാക്കേഴ്സ്. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ നോക്കിയെടുക്കുകയാണെങ്കിൽ. അതായത് വിലക്കുറവാണ്. പിന്നെ ഭയങ്കര സംഭവമൊന്നുമല്ല. നമുക്ക് ഗാർഡൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ലാഭമായിട്ട് തോന്നും.
ഇൻട്രസ്റ്റിംഗ്, ചുമ്മാ കണ്ടുകൊണ്ട് നടക്കാം. അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇനി ഞാൻ നടന്ന് പോകാൻ പോവാണ്, റോഡിലേക്ക് ഇറങ്ങാൻ പോകും. ഓക്കെ, എന്നിട്ട് പാർവതിയുടെ ഓഫീസിൻ്റെ അവിടെ പോയിരിക്കാം. ഇവിടെ ഷൂസിൻ്റെ ഓക്കെ ഫുൾ സെയിലാണ്. ഷൂസ് ആൻഡ് ചപ്പൽസ് അടിപൊളിയാണല്ലോ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ദിസ് ഈസ് നൈസ്. £16. അപ്പോൾ ഭയങ്കര സെയിലായത്, ലാഭമാണ് ഇപ്പം വാങ്ങിക്കുകയാണെങ്കിൽ. ഇത് നോക്കിയേ, നൈസ് അല്ലേ, ലെപ്പോർഡ് പ്രിൻറ്റ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഗ്രേസ്ലാൻഡ്. ഇത് മേടിച്ചാലോ? ഇത് ക്യാറ്റ് വാക്ക് സ്റ്റിലറ്റോസ്. അതെ, നോക്കിക്കോളൂ. പോയിൻറ്റഡ് ഫുൾ സ്റ്റോൺസ്, ഭംഗിയുണ്ട്. അപ്പോൾ ഇതെടുത്തു. ഇത് ഏകദേശം ഒരു 30 പൗണ്ട്സിൻ്റെത് കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ അതെ 18 പൗണ്ട്സേ ആകുള്ളൂ ഇപ്പം മേടിക്കുകയാണെങ്കിൽ. ഡിസ്കൗണ്ട് ഇപ്പോൾ സെയിൽ നടക്കല്ലേ, ഫുൾ സെയിൽ പരിപാടിയാണ്. എല്ലാ ഷോപ്സും ഇങ്ങനെ തന്നെയാണ്. ആൻഡെയിൻ സൂപ്പർ മാർക്കറ്റ് ഏരിയയിൽ നിന്ന് ഞാൻ ഇറങ്ങുവാണേ. നല്ല വെയിൽ. ഓക്കെ, വെറുതെ നടന്ന് ഇതെല്ലാം കാഴ്ചകൾ കണ്ടുപോവാണ്. ഇവിടെ എല്ലാം സജീവമാണ്. 3 മണി സമയം, എല്ലാം ബിസി. ഇത് പ്രൈമാർക്കിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ഏരിയ ആണ് ആൻഡെയിൻ, ഓൾഡി എല്ലാം വരുന്നത്. കുറേ ബ്രാൻഡഡ് ഷോപ്സും എല്ലാം ഈ സൈഡിലാണ്. ഭയങ്കര ലൈവ്ലിയാണ് ഈ ഭാഗത്തൊക്കെ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഏരിയ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എപ്പോഴും ആളും തിരക്കുള്ളൊരു സ്ഥലമാണ്. കാര്യം ഇതൊരു ട്രാം സ്റ്റേഷനും കൂടിയാണ് ഈ ഭാഗത്ത്. അങ്ങനെ ഫൈനലി പാർവതിയുടെ ഓഫീസിലെത്തി. ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പുറത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു എന്താ പറയുക, ക്ലബ് ആക്ടിവിറ്റി ഉള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ആർട്ട് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് സെപ്പറേറ്റ് നമ്മളൊരു പ്രൈവറ്റായിട്ട് വിടുന്നതാണ്. അപ്പോൾ പാർവതി അത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് അശ്വിൻ സ്ഥലത്തില്ല. ഓക്കെ, നാളെ രാത്രി എത്തുള്ളൂ എന്ന് തോന്നുന്നു. ടുമോറോ നൈറ്റ് ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ രാത്രി 10:30 ആയാലും നേരെ ഇട്ടുള്ളൂ, സമയമുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഇപ്പം ഞാൻ 2 പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങിയത്. ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 10 ദിവസത്തേക്കല്ലേ വന്നേ. അപ്പോൾ പോയപ്പോൾ സിറ്റി സെൻറ്ററിൽ പോയ ആദ്യത്തെ ദിവസം സിറ്റി സെൻറ്ററിൽ പോയപ്പോൾ നമ്മൾ ടേക്ക് ഹോം പെട്ടെന്ന് ഭക്ഷണം മേടിച്ചിട്ട് ഓടുകയായിരുന്നു. അന്ന് കരീബിയൻ കൗണ്ടറിൽ നിന്നാണ് വാങ്ങിച്ചത്, ആ ഫുഡ് കോർട്ടിൽ നിന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരീബിയൻ ഫുഡ്. അന്ന് ജോൾ ഓഫ് റൈസാണ് വാങ്ങിച്ചത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു നമുക്ക് ജോൾ ഓഫ് റൈസ് ഉണ്ടാക്കണ്ടേ, ഞാനത് ഉണ്ടാക്കി കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇത് ഭയങ്കര പോപ്പുലറാണ് കേട്ടോ, ജോൾ ഓഫ് റൈസ് എല്ലായിടത്തും. വെസ്റ്റ് ആഫ്രിക്കൻ ഡിഷാണ്, പക്ഷേ ഇറ്റ്സ് വെരി പോപ്പുലർ. അതിൻ്റെ കൂടെ പഴുത്ത ഏത്തപ്പഴം ഫ്രൈ ചെയ്തതും ഒരു സലാഡും പിന്നെ എന്തായിരുന്നു, ചിക്കൻ കൂടി ചേർത്താണ് അവർ സെർവ് ചെയ്തത്. വേണമെങ്കിൽ എക്സ്ട്രാ കറിയൊക്കെ തരും. ഞാനിപ്പോൾ എക്സ്ട്രാ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്യാം. ജോൾ ഓഫ് റൈസ്, അതിൻ്റെ കൂടെ ചിക്കനും കൂടി ഉണ്ടാവും. ചിക്കൻ ഫ്രൈ ചെയ്തിങ്ങനെ വയ്ക്കും. പക്ഷേ ഞാൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ആ ചങ്കി പീസ് തന്നെ ആയിരിക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ, തിരിച്ച് വന്ന് കുളിച്ച് സെറ്റപ്പായി ഒന്ന് ഫ്രഷായി. കുറേ നടന്നു. ഇപ്പം ഞാൻ ഇഷ്ടംപോലെ നടക്കുന്നത്, പുറത്തൊക്കെ പോയി എന്തോരം നടക്കുന്നത്, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. കാല് വേദന ഇല്ലേന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഷൂസ് കറക്റ്റ് ഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കാല് വേദന എടുക്കില്ലേ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര അനുകൂലമാണ്. എനിക്കങ്ങനെ ഭയങ്കര ചൂട് തോന്നില്ല, പക്ഷേ ഇറ്റ്സ് ഹോട്ട്. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് വെരി ഹോട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ വിൻ്റർ ടൈമിലല്ലേ വന്നേ, ഇതങ്ങനെയല്ല, പക്കാ സമ്മറിൽ തന്നെയാണ്.
അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റൈസിൻ്റെ മേക്കിംഗ് കാണാം. ഇനി അധികം ദിവസം ഇല്ല കേട്ടോ, 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ യാത്രയാകും, തിരിച്ച് നാട്ടിലേക്ക് വരും. മേ ബി ഒരു 3-4 ദിവസത്തിനകത്ത് തിരിച്ചു പോകും. അപ്പോഴത്തേക്കും ടൈം ആകും പോകാനായിട്ട്. എൻ്റെ റിട്ടേൺ ടിക്കറ്റ് അങ്ങനെയാണ്. സോ ഐ വിൽ ബി കമ്മിങ് ബാക്ക് സൂൺ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്രാവശ്യം വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്. പറ്റുന്ന സമയം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ വിശേഷങ്ങളാണല്ലോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്നും തോന്നരുത്, പാർവതിക്കാണെങ്കിലും അശ്വിനാണെങ്കിലും അതിന് ക്യാമറ ഫ്രണ്ട് വരുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട്, അല്ലാതെ ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നതിലും ഒരു വിരോധവുമില്ല. ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദേ ആർ നോട്ട് എന്താ പറയുക ബോധേഡ്. അതിനെക്കുറിച്ച് ഒരു എൻകറേജ് ചെയ്യുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ മാത്രം ഇതിനകത്തേക്ക് കൊണ്ടുവരാതെ പറയും. അവരുടെ പ്രൈവസി നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവും വിചാരിക്കാത്തത്. അതിൽ നോ നെഗറ്റീവ്സ് പ്ലീസ്. നല്ല പോസിറ്റീവായിട്ട് കാണും. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അല്ല, ആയുഷിനും ലൈക്കൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ. മറ്റേ രണ്ടുപേരും ഭയങ്കര ഷൈയാണ്, യുവാനും വിയാനും. അവരിനി കുറച്ചുകൂടി വലുതാവണം, ആ ഷൈനസ്. അവരെ പൊതുവേ അങ്ങനെയാണ്, ആരെ കണ്ടാലും ഒരു ഭയങ്കര നാണത്തിലൊക്കെ പറയും. എന്നോട് പോലും കുറച്ചൊരു നാണത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ വല്ലപ്പോഴും അല്ലേ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ജോളോഫ് റൈസ് വെസ്റ്റ് ആഫ്രിക്കൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നമ്മുടെ തൈ പീസസ് ആണ് ചിക്കൻ്റെ. ഇത് വിത്ത് ചിക്കനാട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം തൈ പീസസ്. ഇത് 1 കിലോ ഉണ്ട്. വിത്ത് സ്കിന്നാണ്. ഞാനിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് സ്കിന്നും കൂടെ എടുക്കുന്നു. സ്കിന്ന് ഇഷ്ടമുള്ളവർക്ക് സ്കിന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ സ്കിന്ന് വലിയ ഇഷ്ടമല്ല. എങ്കിലും ഞാൻ സ്കിന്ന് പാർവതിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് സ്കിന്ന്. അപ്പോൾ സ്റ്റോക്കിൻ്റെ സമയത്ത് സ്കിന്ന് യൂസ് ചെയ്യുന്നു. നന്നായിട്ട് കഴുകി സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുക. ഇനി ആദ്യം സ്റ്റോക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ചിക്കൻ ഒന്ന് വേവിക്കണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഇടുന്നതെന്ന് വെച്ചാൽ, ഇതൊരു 3 വലുത്. ഓക്കെ, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ചതച്ചെടുക്കുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ. ഇഞ്ചി അതുപോലെ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. ചെറിയ ഇത്രയുള്ള ഒരു ചെറിയ പീസ്. പിന്നെ ഇതൊരു സവാള, ഒരു ചെറിയ സവാള, ഒരു ബേ ലീഫ്. ഇത്രയും കാര്യങ്ങൾ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കും. ഓക്കെ, പിന്നെ തൈം ഉണ്ടെങ്കിൽ ചേർക്കാം. ചിലർക്ക് തൈം ഇഷ്ടമാണ്. ഇവിടെ അങ്ങനെ ഭയങ്കര തൈം ഇഷ്ടമല്ല, തൈം ഫ്ലേവർ. ഞാൻ പേരിന് വേണ്ടി ചേർക്കുള്ളൂ. അത് ഈ സമയത്തല്ല, പിന്നീട് ചേർക്കാം. ഓക്കെ, ഇത് ചെറുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആദ്യം അതൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കനെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ ചിക്കൻ്റെ പീസസ് 1 kg ആണ്. 3, 4, 5, 6, 7, 8 പീസ് ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് ഒരു ബേ ലീഫും, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ സവാള അരിഞ്ഞതും ഇച്ചിരി ഉപ്പാകാം. ഓക്കെ, സാധാരണ നമുക്കിപ്പോൾ ചിക്കൻ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മസ്റ്റാണല്ലോ. മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ അതിൻ്റെ ഇടയ്ക്ക് വരും. ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ഞാൻ വെറുതെ വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാണ്ട് ഞാൻ അടുപ്പ് കത്തിച്ച് കൊടുക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കും. ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കാം. 1/2 മുതൽ 1 കപ്പ് നോക്കിയിട്ടില്ല. അടുപ്പ് തുറന്ന് നോക്കി ചിക്കൻ അതിൻ്റെ ജ്യൂസസ് ഇറങ്ങാനായിട്ട് കുറച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നിച്ച് കിടന്ന് വേഗം വീണ്ടും പാത്രം അടച്ചിടാം. എല്ലാം വെന്തിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്കിൻ്റെ അളവ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ. വെന്തുകൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം വേഗണം. നമ്മളിത് ഈ പീസസ് ഇതിന്ന് മാറ്റിയിട്ട് സ്റ്റോക്ക് മാത്രമേ എടുക്കുള്ളൂ. സ്റ്റോക്കിന് വേണമെങ്കിൽ അരിച്ചുപയോഗിക്കാം. പിന്നെന്താ, ഇത് വറുക്കണം. ചിക്കൻ ഇച്ചിരൂടെ വേകാനുണ്ട്, വേകട്ടെ. സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ ലിറ്റിൽ മതി. ഓക്കെ, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവം സെറ്റ്, വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ സ്റ്റോക്ക് സൂക്ഷിക്കുന്നു. ചിക്കൻ ഇതിൽ നിന്നും മാറ്റി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കിന്ന് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. സ്കിൻ ഇഷ്ടമല്ലാത്തവർക്ക്. സ്കിൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് റിറ്റൈൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഫ്ലേവറെല്ലാം ഈ ഒരു സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഉപയോഗിക്കും. സ്റ്റോക്കിൽ നിന്നും മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി ഇച്ചിരി ഒന്ന് തണുത്തിട്ട് ഞാൻ അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യും.
പിന്നെ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കണ്ടോളൂ. അതൊരു റോസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് പേസ്റ്റ് ആക്കും. ഓക്കെ, പ്യൂറി ചെയ്തെടുക്കും. ഇതിപ്പോൾ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം വലുത് 1.5 ഞാൻ എടുത്തു. ഈ സൈസായിരുന്നു. ഓക്കെ, ഇതൊരു പകുതി, ഇതുപോലെ ഒരു ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തത്. അകത്തെ ആ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്, സീഡ്സൊക്കെ. സവാള, ഇത് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറുതെടുക്കുക. ഇത് ടൊമാറ്റോ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും 4 ആയിട്ട് മുറിച്ചിട്ട് വലിയ പീസസ് ആയിട്ട്. ഇതൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാനാണ് പോണേ. ഇത് റോസ്റ്റ് ചെയ്യാതെ ചിലർ അല്ലാണ്ട് റോ ആയിട്ട് തന്നെ അരച്ചിട്ട് ഉപയോഗിക്കും. പക്ഷെ എനിക്ക് തോന്നിയത് റോ ആയിട്ടാണെങ്കിൽ കുറേ നേരം നമ്മളിട്ട് വഴറ്റേണ്ടി വരും. അതിനെക്കാട്ടി നല്ല റോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറും കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് സ്കോച്ച് ബോണറ്റ് ചില്ലീസ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് സത്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണ്. ഇതും ആൻഡ്രിയൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ആ കടയിൽ നിന്ന്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരെണ്ണമേ എടുക്കുന്നുള്ളൂ. ഗ്രീൻ കളർ, റെഡ് കളറൊക്കെ ഉണ്ട്. ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ, വലിയ റിസ്ക് എടുക്കുന്നില്ല. ഭയങ്കര സ്പൈസി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഇറ്റ് ഈസ് ഐഡിയൽ ഇൻ കരീബിയൻ ഡിഷസ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. ദിസ് ഇസ് സ്കോച്ച് ബോണറ്റ് ചില്ലീസ്. അതായത് അത് മുറിച്ച് നോക്കട്ടെ. ഓ മൈ ഗോഡ്, വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു അകത്തുള്ള അരിയൊക്കെ മാറ്റിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആണെങ്കിലോ. ഞാൻ അതിൻ്റെ അരി കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടി ക്യാപ്സിക്കം പോലെ ഇരിക്കുന്നു. ഗ്രീൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഐ കൻ ഈവൻ ടേക്ക് ദിസ് അല്ലേ. ഇതാണെങ്കിലും ആകാം, ഇതാണെങ്കിലും ആകാം. ആ എരിവിൻ്റെ ഒരു കാഠിന്യം എനിക്കറിയില്ല. ഇതെനിക്കാണോ അതിൻ്റെ പിഞ്ച് വേർഷനാണ്. അതാണ്, അകത്ത് കുരു ഒന്നുമില്ല. പാവം കുട്ടിയാണ്, ഇതിനൊട്ടും എരിവാണില്ല. സോ വിൽ ടേക്ക് ദിസ്. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു റോസ്റ്റിംഗ് ആകാം. അതായത് ഇത് എയർ ഫ്രയറിലാണെങ്കിലും ചെയ്യാം, ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ചിട്ട് മിനിമം ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യാം. വെളുത്തുള്ളി, ഓക്കെ, ഒരു 5 or 6 അല്ലി വെളുത്തുള്ളി ഞാൻ ഓരോന്നും 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. മുളക്, സ്പെഷ്യൽ സ്കോച്ച് ബോണറ്റ് ചില്ലീസ്, പിന്നെ ക്യാപ്സിക്കം, ഇനി ഉള്ളിയുണ്ട്, ടൊമാറ്റോ ഉണ്ട്. അത് ഇതിനകത്ത് സ്ഥലം കുറവാണ്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഓവനിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, പക്ഷെ ഓവൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിച്ചത്. പിന്നെ ഇതല്ലാണ്ട് റോ ആയിട്ട് ഒന്ന് റോസ്റ്റോ അല്ലെങ്കിൽ ഫ്രൈ ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് മസാല കുറേ നേരം വഴറ്റി ചെയ്യുന്നത് കൊണ്ട് ഇനി ഇതേ തവയിൽ തന്നെ ഞാൻ ടൊമാറ്റോയും സവാളയും കൂടി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരല്പം എണ്ണയും കൂടി ഒഴിക്കുന്നു ഫോർ ദി ടൊമാറ്റോ ആൻഡ് സവാള. ഓക്കെ, അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്, അത് മതി. തീ ഓഫ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഒന്ന് തണുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതൊന്ന് പ്യൂറി ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടിയാണ് ഒന്ന് അരച്ച് നല്ല ഒരു പ്യൂറി പേസ്റ്റാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ജോളോഫ് റൈസിന് അവർ വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ അവർ ഉപയോഗിക്കുന്ന നമ്മുടെ ഏത്തപ്പഴമില്ലേ, ഏത്തപ്പഴത്തിനെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ കൊടുക്കും. ഒരു അക്കമ്പനിമെൻ്റ് പോലെ അതിൻ്റെ അകത്ത് അതിൻ്റെ സൈഡിലായിട്ട് വെക്കും. ചിക്കൻ ഫ്രൈ ചെയ്ത് മുകളിൽ വയ്ക്കും. പിന്നെന്താ, ചിക്കൻ ഫ്രൈ ഓർ റോസ്റ്റോ ഗ്രിൽഡ് ഇത് അതുപോലെ ചെയ്യും. അപ്പോൾ എനിക്കിവിടെ ഭാഗ്യത്തിന് ഏത്തപ്പഴം കിട്ടി. അല്ലെ ചോക്കു, ഞാൻ ആൻഡ്രിയൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് കണ്ടില്ലേ, അത് തന്നെ. അത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ട് വന്നത്. എനിക്കതിൻ്റെ ആ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. ഇതിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ആഫ്രിക്കൻ ബനാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴമാണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഈ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. റൈസിൻ്റെ കൂടെ കുറച്ചൊരു ചങ്കി പീസസ് ആയിട്ടാണ് അത് ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്.
അതായത് അത്യാവശ്യം ചെറിയൊരു സ്പൈസിനെസ് ഒക്കെ ഉള്ള റൈസിൻ്റെ കൂടെ ഈ ഒരു മധുരം കൂടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, അത് വേറെ തന്നെയാണ്. റൈപ്പ് ബനാനയാണ്, പക്ഷെ ഓവർ റൈപ്പായിട്ട് ഇങ്ങനെ നമുക്ക് മുറിക്കാൻ വയ്യാത്ത രീതിയിലായിട്ടില്ല. ഇതാണ് കറക്റ്റ് പാകം. ആദ്യം നമ്മുടെ ഏത്തപ്പഴം. എല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പുറം തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ സാധാരണ, അതുപോലെ തന്നെയാണ്. ഇത് 2 ഏത്തപ്പഴം മേടിച്ചോളൂ. പക്ഷേ ഇവിടെ 1 കിലോ അളവിന് നമ്മുടെ ആഫ്രിക്കൻ ഏത്തപ്പഴം, നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം തന്നെയാണ് മേടിക്കണമെങ്കിൽ 3.5 പൗണ്ടാണ് അത്. ഏകദേശം 400 രൂപയ്ക്ക് മേലെ ഉണ്ട്. ആയതായത് നമുക്ക് സെൻറ്ററിലേക്ക് സൈഡ്സിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിലേക്ക് വേകാനുള്ളത് വയ്ക്കാം. ഇത് വലിയ പീസായില്ല, ചങ്കി പീസസ്, അത് കാരണം ആ ഉള്ളും കൂടെ വേകണം. ഞാൻ തീ കുറച്ചിട്ടുണ്ട്, സമയം എടുക്കും ഇച്ചിരി കൂടെ. അതൊക്കെ സ്ലോ കുക്കിങ്ങിൽ ചെയ്യാം. ഈ പാത്രം ആക്ച്വലി പറഞ്ഞാൽ സ്ലോ കുക്കിങ്ങിന് പറ്റിയതാണ്. അതായത് വളരെ ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ പതുക്കെ കുക്കുക, അല്ലെങ്കിലാണ് അടിക്ക് പിടിക്കുന്നത്. ഓക്കെ, ഞാൻ മാറ്റുന്നു. എണ്ണയിലൊന്ന് മാറ്റി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പാത്രം ഒന്ന് മാറ്റി എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പഴം വറുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണയുടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, പാത്രം മാറ്റിയപ്പോൾ അതതിനകത്ത് ഞാൻ ഇതിൽ നമ്മൾ കുറച്ച് സവാള, ഒരു ചെറിയ സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് മൂക്കണ്ട, ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓയിലിൽ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, പിന്നെ ഉള്ളിയുടെ ഫ്ലേവറും ഉണ്ടാവും. അതിലാണ് നമ്മൾ ചിക്കൻ വറുക്കാൻ പോകുന്നത്. ഓരോരോ ഇംപ്രവൈസേഷൻസാണ്, നമ്മൾ കുറച്ച് മാറ്റങ്ങളോടുകൂടി. എക്സാക്റ്റ് റെസിപ്പി ആണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒതൻറ്റിക് റെസിപ്പി എക്സാക്റ്റ് ആവണമെന്നില്ല. ഇവിടെ എല്ലാവരും കറി പൗഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്, കറി പൗഡർ. ആഫ്രിക്കയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് സെപ്പറേറ്റ് കറി പൗഡർ വരും. ജോളോ റൈസിൻ്റെ മസാലാസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടുത്തെ കറി പൗഡർ ഉപയോഗിക്കുന്നില്ല. കാര്യം അതിനകത്തുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ മല്ലിയുണ്ട്, മുളകുണ്ട്, ഗാർലിക് പൗഡർ, പിന്നെന്താ, പിന്നെ ജീരകമുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത് ഹോട്ട് കറി പൗഡറും ഉണ്ട്, മൈൽഡും ഉണ്ട്. ആറുതിക്ക് പക്ഷേ അത് അത്ര വലിയ ഇഷ്ടമല്ല ഇവിടുത്തെ ഫ്ലേവർ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാ വേണ്ട. ഓക്കെ, ഇത്ര മതി. ഓക്കെ, ഇത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഈ ഫ്ലേവറും കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ഒണിയൻ ഫ്ലേവറും കിട്ടും. നമ്മളിത് ഉപയോഗിക്കും, ഈ സവാള കളയൊന്നുമില്ല കേട്ടോ, ഞാനത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഉണ്ടല്ലോ ഇച്ചിരി എണ്ണയുണ്ട്, അതിലേക്ക് ചിക്കൻ പീസസ് എടുത്ത് വയ്ക്കാം. വിത്ത് സ്കിന്നാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ലുക്കായിരിക്കും. ഇത് കണ്ടില്ലേ, ആ സ്കിന്ന് മാറ്റിയിട്ടാട്ടോ വയ്ക്കുന്നത്. വേറെ എനിക്ക് വേണ്ടാന്ന്. അതിൽ സ്കിന്നോടുകൂടി അതിൻ്റെ ഫാറ്റൊക്കെ നമുക്ക് കിട്ടിയല്ലോ. ഫ്ലേവറെല്ലാം സ്റ്റോക്കിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, സ്കിന്നിങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല, കഴിക്കുന്നതും ഇഷ്ടമല്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. Pieces getting ready. ശാലോ ഫ്രൈ ആണ് കേട്ടോ, ചെറിയ കുറച്ച് എണ്ണയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ഭയങ്കര എണ്ണ കൺസ്യൂമിങ് അല്ല, ആ രീതിയിലാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിക്കാം, അതൊക്കെയാണ്. ഓവനിൽ വയ്ക്കാം. ഇതുണ്ടോ, ഇത്ര എടുത്തിട്ടും ഓയിൽ ബാക്കിയാണ്. അപ്പോൾ ഈ ഓയിലായിരിക്കും നമ്മളിനി ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര എണ്ണ എടുത്തു. എല്ലാത്തിൻ്റെ ബാക്കിയിലാണ് ഒരല്പം കൂടി ചേർത്തിട്ട് നമ്മൾ ബാക്കി സവാള ഒക്കെ വഴറ്റി, ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോ നമ്മൾ നേരത്തെ കാപ്സിക്കത്തിൻ്റെ ഒരു മിക്സ് പ്യൂറി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്, പിന്നെ കുറച്ച് മസാലാസൊക്കെ ചേർക്കും. എല്ലാം കൂടി ചേർത്തിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ദേ ചിക്കൻ വറുത്ത സെയിം ഓയിൽ
ഓയിലിലേക്ക് ഇതിപ്പോൾ 2 സവാള, അതായത് ഇവിടുത്തെ വൈറ്റ് സവാളയും മറ്റേ പിങ്ക് സവാളയും. പിങ്ക് സവാളയ്ക്ക് അല്പം സ്വീറ്റ്നെസ് ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തിടുമ്പോൾ കുഴപ്പമില്ല. ഇത് രണ്ടാണ് ആദ്യം. ഒരുപാട് എണ്ണയിൽ ഇത് ചെയ്യാം, കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ട് ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ബേ ലീഫും കൂടി ഇടുന്നു. നമ്മളിത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ നേരത്തെ ബേ ലീഫ് യൂസ് ചെയ്തു. തൈം എന്ന് പറയുന്ന ഒരു ഹേർബ്, അത് ഉപയോഗിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഇലയായിട്ട് തൈമിൻ്റെ ലീവ്സ് ഇടുക, അല്ലെങ്കിൽ ഇതിപ്പോൾ അല്ലാണ്ട് നമ്മൾ ഡ്രൈഡ് ഫോമിലാണ്, ഡ്രൈഡ് ഹേർബ്സിൻ്റെ കാറ്റഗറിയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതേ ഉള്ളൂ, അതുകൊണ്ട് അതിരുന്നു. സവാളയുടെയൊക്കെ നിറം ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളിടാൻ പോകും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു നമ്മൾ കുറച്ചൊരു മിക്സ് ചെയ്ത് ചെയ്യണം. ഞാൻ ഇവിടുത്തെ കറി പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ജോളോ റൈസിൻ്റെ ആ ഒരു അവരുടെ തന്നെ ടിപ്പിക്കൽ മസാലയും എൻ്റെ കയ്യിലില്ല. അവരൊരു മിക്സ് ഉണ്ട്, അതിനെ സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചേർന്ന് പോകുന്നത്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ഒരു ടീസ്പൂൺ നിറച്ച മുളക് പൊടി, ചില്ലി നമ്മുടെ കാശ്മീരി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൗഡർ, 1 ടീസ്പൂൺ നിറച്ച മല്ലിപ്പൊടി, കൊറിയൻഡർ സീഡ്സ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും ബേ ലീഫുണ്ട്, പിന്നെ തൈമിൻ്റെ ഒരു മണവും ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ്, ഇതൊരു മസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റാണ്, ടൊമാറ്റോ പ്യൂറി എന്നാണ് ഇവിടെ എഴുതി വരുന്നത്, പക്ഷേ ഇറ്റ്സ് ടൊമാറ്റോ പേസ്റ്റ്. തീ നന്നായിട്ട് കുറയ്ക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയാണ്. ഓൾറെഡി നമ്മളൊരു 4 ടൊമാറ്റോയുടെ സംഭവം റോസ്റ്റ് ചെയ്ത് പ്യൂരി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ദിസ് ഇസ് എ മസ്റ്റ് സംഭവം. 1 ടേബിൾ സ്പൂൺ, 2, 3. ഓക്കെ, ഒരല്പം എണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുവാണേ, ഇതൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. ഞാനെല്ലാം കലോറി കൗണ്ടൊക്കെ നോക്കിയാണ് ഇവിടെ ചെയ്തത്. പാർവതിക്കും കൂടെ കഴിക്കാൻ പറ്റിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ടോട്ടൽ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. പാർവതിയാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാൾ. ഞാൻ പറഞ്ഞു, ഞാനുള്ള സമയത്ത് കുറച്ച് ചീറ്റ് ചെയ്യാം, കുഴപ്പമില്ല, ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം, എങ്കിലും മാക്സിമം പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അളന്ന് നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൽ തന്നെ ഞാൻ എന്തുമാത്രം കുറച്ചു എന്നറിയോ എണ്ണയുടെ ഉപയോഗമൊക്കെ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ദാറ്റ് ഈസ് കുറേ നേരം ഇങ്ങനെ ടൊമാറ്റോ പ്യൂരി അഥവാ ടൊമാറ്റോ പേസ്റ്റ് ഇങ്ങനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ, എണ്ണ തെളിയുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ ചെറുപ്പം കൂടി ചേർക്കാം. അതിൻ്റെ ആ പുളിയുടെ ഇത് കുറച്ച് കുറയും. പക്ഷെ ഭയങ്കര പുളിയായിട്ട് തോന്നും. ഏകദേശം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുരിച്ചുകൊണ്ടേയിരിക്കാം. ഇച്ചിരി ഉപ്പ് ചേർത്തല്ലോ ഞാൻ. ഇത് ക്യാപ്സിക്കം, ഒണിയൻ, പിന്നെ ഇവിടുത്തെ സ്കോച്ച് ബോണറ്റ് ചില്ലി. നമ്മുടെ ഇതിന് ജോളോ റൈസിന് മസ്റ്റ് സംഭവമാണ്. മസ്റ്റ് മീൻസ് ഓക്കെ, അതില്ലെങ്കിലും ഉണ്ടാക്കാൻ കിട്ടും, എന്നാലും അവരുടെ ഒത്തൻറ്റിക് ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഫ്ലേവർ ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. ഒരു രക്ഷയില്ലാത്ത രുചി, നല്ല മണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. ക്യാപ്സിക്കമൊക്കെ അത് ചേർക്കണു. അപ്പോൾ ഇതിന് ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല, കാര്യം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ റോ ആയിട്ട് ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ക്യാപ്സിക്കം, ഉള്ളി, ടൊമാറ്റോ എല്ലാം കൂടി അരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ഇങ്ങനെ വഴറ്റി എണ്ണ തെളിയുന്ന പോലെ ഇങ്ങനെ വഴറ്റണം, അതിൻ്റെ പച്ച ചുവ മാറാൻ. ഇതതിൻ്റെ ആവശ്യമില്ല, അതിലൊരു പച്ച ചുവയില്ല. ഇനിയും ഉപ്പ് ചേർക്കാം. ചോറ് ഇതിലാണ് വേവിക്കാൻ പോകുന്നത്. ചിക്കൻ ക്യൂബ് ചേർക്കുന്നു, അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ വരും. കുറച്ചുകൂടി നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്, എന്നാലും ദിസ് ഇസ് ഫോർ എക്സ്ട്രാ ഫ്ലേവർ. ഇവിടെയൊക്കെ എന്താ പറയുക, വെജിറ്റബിൾ ക്യൂബ് കിട്ടും, ബീഫ് ക്യൂബ്സ് കിട്ടും. ദിസ് ഇസ് ചിക്കൻ. ഒന്നുകൂടി ചേർക്കാൻ പോകും. ഓക്കെ, 2 ക്യൂബ് ചേർക്കാം. സ്റ്റോക്ക്
ഇതെത്ര അറിയോ? ഇത് കറക്റ്റ് ഞാൻ അളന്ന് വെച്ചു. 2 കപ്പുണ്ട് ചിക്കൻ വേവിച്ച വെള്ളം. അയ്യോ തവി താഴ്പോലും. അപ്പോൾ ടോട്ടൽ ഗ്രേവി എല്ലാം കൂടെ ഒരു കപ്പോളം വരും. സ്റ്റോക്ക് 2 കപ്പായി, 3 കപ്പായി, 3-3.5 കപ്പോളം ഉണ്ട്. ഒരു 3 കപ്പ് റൈസ് ഞാനൊന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ, ബസ്മതി റൈസ്. ഇവിടെ അതൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വാങ്ങിച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ക്ലാസിക് വിലയൊന്നും അല്ല, ഇച്ചിരി കുഴയുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജോളോ റൈസ് ഇച്ചിരി കുഴഞ്ഞിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ റൈസിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കണം. നല്ല തള വന്നു. ഇനി ഇതിലേക്ക് റൈസ്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേകാനായിട്ട് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇപ്പം എല്ലാം കൂടെ ഒരു 3-4. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 കപ്പ് ഹോട്ട് വാട്ടർ കൂടി ഒഴിച്ചു. ഇനി ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യാനുസരണം. തൽക്കാലം ഇങ്ങനെ മതി. ഉപ്പ് കുറവാണ്, ഉപ്പ് കൂടി ചേർത്തോട്ടെ എക്സ്ട്രാ. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് തീ എളുപ്പം ഒന്ന് കൂട്ടാൻ തോന്നും. ഓക്കെ, കാരണം നല്ലൊരു തള വന്നിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് മീഡിയത്തിലേക്ക് മാറ്റാം, മീഡിയമിലും. അപ്പോൾ തിള വന്നു തുടങ്ങിയിട്ട് നോക്കിക്കോളൂ, കണ്ടോ? 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ കുറയ്ക്കും. ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇത് വീണ്ടും ഒഴിക്കുന്നു. വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ 2 കപ്പ് സ്റ്റോക്ക്, 2 കപ്പ് ചൂടുവെള്ളം, പിന്നെ ഗ്രേവി എല്ലാം കൂടി ഒരു 1-1.5 കപ്പ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ 5-6, ഏകദേശം 6 ആകാറായി. നമ്മൾ 3 കപ്പ് റൈസാണ് കേട്ടോ. അപ്പോൾ 3 കപ്പ് റൈസിന് ലിക്വിഡായിട്ട് നമ്മൾ 6 കപ്പാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് പരന്ന പാത്രമായതുകൊണ്ട് മാത്രം ഇതിങ്ങനെ സൈഡിലോട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ. അടച്ചിടാം. ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ. ഞാൻ കുറച്ചുകൂടി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാര്യം അത് കുറച്ച് പരന്നിരിക്കുന്നതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ. ഈ പാത്രത്തിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. ചൂടുവെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അതായത് ഇതിങ്ങനെ പൊങ്ങിക്കിടക്കണം. ഇച്ചിരി വെള്ളം ഇതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം. എന്നാലേ നല്ല ഈവനായിട്ട് വെന്ത് കിട്ടുള്ളൂ. നേരത്തെ നമ്മളൊരു കടായി ടൈപ്പല്ലേ ഉപയോഗിച്ചു, അതാകുമ്പോൾ ഒരു സൈഡ്സിലേക്കൊന്നും അധികം വെള്ളം ഉണ്ടാവില്ല എൻ്റെ ഗ്രേവി. ഇനി ഇതാണ് ഓക്കെ, സീൽ പ്രൂഫ്. ഇനി വെയിറ്റ് ചെയ്യാം. സവാള നമ്മൾ നേരത്തെ ചെയ്തല്ലോ, വറുത്ത സവാള വഴറ്റിയെടുത്തില്ലേ റൗണ്ടായിട്ട്, അതും ചിക്കൻ വറുക്കുന്നതിന് മുന്നേ അത് ഇതിനകത്ത് ചേർത്തു. ഇതൊക്കെ ലാസ്റ്റ് പാർട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തൊരു ഈർപ്പമൊക്കെ ഉണ്ട്. ഈ ഈർപ്പം കൊണ്ട് ബാക്കി കൂടി വേഗം. വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. വെരി ലോ ഫ്ലെയിം. ഇനി ഒന്ന് അടച്ചിടാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഇനി ഒരു 10 മിനിറ്റും കൂടി കിടക്കട്ടെ. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൻ്റെ ആ ഒരു ആവിയിൽ തന്നെ കംപ്ലീറ്റ് വേഗം. നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല റൈസിൻ്റെ ക്വാളിറ്റി കുറച്ച് കുഴയുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നത്. അതർവൈസ് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. എങ്കിലും നമ്മുടെ സാധാരണ
ഇപ്പം മന്തിക്ക് വാങ്ങണ റൈസോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കോ ഇത് രണ്ടാണെങ്കിലും ഓക്കെയാണ്. ഓക്കെ, കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റാകും. സംഭവം റെഡി. ജോളോഫ് റൈസ് ഈസ് റെഡി. അതിൻ്റെ കൂടെ നമ്മുടെ ജെർക്ക് ചിക്കനും പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കുന്നു. ആൻഡ് ഫ്രൈഡ് പ്ലാന്റ് നമ്മുടെ ബനാന. ഫോർ ദ സലാഡ് ഞാനിപ്പോൾ കുറച്ച് ഗ്രീക്ക് യോഗട്ട്, ഇതിപ്പോഴത്തെ 0 ഫാറ്റ് ഗ്രീക്ക് യോഗട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഇപ്പോൾ ഇവിടെ 0 ഫാറ്റ് ആണല്ലോ. കുറച്ച് ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നു. ഇതിനകത്തേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക്. അതിൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ലതാണ്. പിന്നെ ചെറുപ്പ്, അല്പം പെപ്പർ പൗഡറും കൂടി ചേർത്താൽ നല്ലതാണ്. ചില്ലി ഫ്ലേക്സ് ആയാലും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് പെപ്പർകോൺസ്. ഇത് കുറച്ച് കോസ്റ്റ്ലി പൗഡറാണ് കേട്ടോ, അത്രയും ഫൈൻ പൗഡർ. ക്യാബേജാണ്. ആക്ച്വലി ഒരു കോൾസ്ലോ പോലെയാണ് ചെയ്യുന്നത്, പക്ഷേ കോൾസ്ലോ മയണൈസ് ഒക്കെ ചേർത്തില്ലേ ചെയ്യുന്നത്. നമ്മൾ നല്ല ഹെൽത്തി വേർഷൻ. കുറച്ച് ക്യാരറ്റ് ഇടാം. വേണമെങ്കിൽ ഒരല്പം ഹണി കൂടി ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഒരു സൂപ്പർ ഫ്ലേവർ കിട്ടും. ഞാനൊരു ടീസ്പൂൺ ഹണിയും കൂടി ചേർക്കും. ഓക്കെ, ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. പെർഫെക്റ്റ്. യുവാൻ്റെയും വിയാൻ്റെയും ലയയുടെയും അവരുടെ പിക്ചറൊക്കെ ഒട്ടിച്ചിട്ട് അവരുടെ സ്കൂളിൽ നിന്ന് കൊടുത്തേക്കുന്ന അവരുടെ ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. അവർക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടം വരാൻ വേണ്ടി അങ്ങനെ കുട്ടികളെ പല കാര്യങ്ങളിലും ഇവർ എൻകറേജ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇവരുടെ ഇങ്ങനെ സീഡ്സ് കൊടുത്തിട്ട് വളർത്താനായിട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ആയി കഴിയുമ്പോൾ സാപ്ലിങ്സ് വീട്ടിൽ കൊടുത്തു വിടും. പാർവതിയുടെ പുതിന ഞാനാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ കോംബോ റെഡി. ദിസ് ഇസ് ചിക്കൻ ഉണ്ട്, പിന്നെന്താ നമ്മുടെ കോൾസ്ലോ ഉണ്ട്, ഫ്രൈഡ് ബനാന ആൻഡ് ദി ജോളോഫ് റൈസ്. അപ്പോൾ വെസ്റ്റ് ആഫ്രിക്കൻ ലഞ്ചാണ് ഇന്നത്തേത് സ്പെഷ്യൽ. ഇത് എളുപ്പമാണ് കേട്ടോ. എളുപ്പം മീൻസ് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമ്മൾ പല രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ റൈസ് എല്ലാം കുക്ക് ചെയ്തു. ആദ്യം ഞാൻ ഈ പാത്രത്തിലാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇത് സ്ലോ കുക്കിങ്ങിനാണ് നല്ലത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നുണ്ട് കാര്യമായിട്ട്, കൂട്ടാൻ പറ്റില്ല. സംഭവം ഇവിടെ റെഡി. പാർവതി കഴിച്ചു, ഞാനും കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് വെരി നൈസ്. പാർവതിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഷീ വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. ചിക്കൻ ഇവിടെ ഉണ്ട്, ബാക്കി ചിക്കൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പഴം ഉണ്ട്. ആൻഡ് ദ സലാഡ് ഈസ് ഓൾസോ ഹിയർ, കോൾസ്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോൾസ്ലോ ആണ്. സാധാരണ മയണീസൊക്കെ ചേർത്തല്ലേ ചെയ്യുന്നത്, അത് റിച്ചാണ്. പക്ഷേ അത് ഹെൽത്തി അല്ല. ഇത് പ്യുവർ 0% ഫാറ്റുള്ള ഗ്രീക്ക് യോഗട്ടാണ്. നല്ല സംഭവമായിരുന്നു. പിന്നെ കുറച്ച് മാറ്റങ്ങളുണ്ടല്ലോ, ഞാൻ ഗാർലിക്കും പെപ്പറും ഒക്കെ ചേർത്താണ് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണിച്ചില്ലല്ലോ. അടിപൊളി. പക്ഷെ റൈസ് നല്ല റൈസിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ കുഴയാണ്ട് കിട്ടുള്ളൂ. പക്ഷേ ജോളോഫ് റൈസ് ചില സ്ഥലത്തൊക്കെ ഇച്ചിരി കുഴഞ്ഞ് തന്നെയാണ് കിട്ടുന്നത്. കാര്യം എൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അതായത് തിക്ക് ടൊമാറ്റോ പേസ്റ്റ്, അപ്പോൾ ഒരു തിക്നെസ് ഉണ്ട്. ഒരു കറിക്ക് നല്ല കുറുകിയ കറി അതിലിട്ട് ചോറ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ചൊരു കുഴയൽ പോലെ വരും, തിക്നെസ്. അത് കാര്യമാക്കണ്ട, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഓക്കെ, ഉണ്ടാക്കി നോക്കാം. ഒരു ഓറഞ്ച് റെഡ് കളറാണ്, കാണാനും ഭയങ്കര അട്രാക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.